ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിന് മുമ്പായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് മൊത്തത്തിലൊരു ഷിവറിങ് അനുഭവപ്പെടുന്നുണ്ട്. വണ്ടി നമ്മളിപ്പോൾ കാലുമൊക്കെ നമ്മൾ ഫുട് റെസ്റ്റിൻ്റെ അവിടെ കാല് വെച്ചേക്കുമ്പോൾ അവിടേക്ക് ഒരു ചെറിയ ജർക്കിങ് ഒക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കൊന്നും അത്ര പക്കയല്ല, ഒരു പെർഫെക്റ്റ് അല്ല. അതൊരു നമ്മൾ ബ്രേക്ക് ചെയ്താലും ഒരു വലിഞ്ഞ് ഉള്ള രീതിയിലേക്ക് നിൽക്കണേ. അപ്പോൾ അതാണ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നിയ ഒരു ഫാൾട്ട് എന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ട് അതാ തോന്നിയുള്ളൂ. നമ്മളതും പ്രകാരം വണ്ടി സർവീസിന് കയറ്റിയിട്ടുണ്ട്. സർവീസിന് കയറ്റി നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ചു നോക്കി. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. ലൈനർ ഈ പറഞ്ഞ രീതികളെ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. പക്ഷേ അതിൻ്റെ പ്രോബ്ലം ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഈ ഹബ്ബിന് അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബ്രേക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ചവിട്ടുമ്പോഴും ആ ബ്രേക്ക് ലൈനർ വന്നിട്ട് ഈ ഹബ്ബിലാണ് ഒരയുക. ഹബ്ബിൽ ഒരയുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലും ആ ചെറിയ ചെറിയ സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ബ്രേക്ക് നമ്മൾ അവിടെ പിടിക്കാതെ, അതായത് വളരെ സ്മൂത്തായ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ബ്രേക്ക് പിടിക്കാൻ കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒന്നും കൂടി നമുക്ക് ആ വാട്ടർ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് നല്ല രീതിയിൽ ഗ്രിപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത പ്രാവശ്യം ബ്രേക്ക് ലൈനർ മാറ്റണ സമയത്ത് ഒന്നുമല്ല നമുക്കിത് ലെയ്ത്തിൽ കൊടുത്തൊന്ന് പോളിഷ് ചെയ്യുമോ. ഇനി പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു അളവുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ 131 mm. അതിനേക്കാളും ഒരു ഒക്കെ കൂടുതലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും ബ്രേക്ക് ലൈനറിൻ്റെ ഒട്ടും ലൈഫ് ഉണ്ടാവില്ല. പെട്ടെന്ന് ലൈനർ മാറ്റേണ്ടി വരും. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ അളവ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന ഹബ്ബിൻ്റെ ഉള്ളിൽ തന്നെ ഈ ലൈനർ എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി പുതിയത് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യുന്ന വർക്കാണ്. മറ്റേ പാടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അലൈവിൽ ഫുൾ സെറ്റായിട്ട് വരുള്ളൂ. അത് നമ്മൾ നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷേ നമുക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെയിം ഈ ഒരു അളവിൽ കറക്റ്റ് 131 mm ആ ഒരു ഗ്യാപ്പിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. നമുക്ക് ഫസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹബ്ബ് സ്ലീവ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട, അടുത്ത സർവീസിൽ നമുക്ക് ഈ ലൈനർ മാറ്റണ സമയത്ത്, ഇപ്പോൾ നിലവിൽ ഇതുമ്പോൾ കിടക്കുന്ന ലൈനർ നല്ല ലൈനറാണ്. അപ്പോൾ അത് മാറ്റണ സമയത്ത് നമുക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ആ കാലുമ്മ ഒരു തരിപ്പ്, ഒരു വിറയിലൊക്കെ അനുഭവപ്പെടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് വീൽ പിടിപ്പിച്ചാണ് സസ്പെൻഷൻ ആമാണ്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് ചേസിനോട് കണക്ട് ചെയ്ത് വരുന്ന ഭാഗത്ത് ഒരു ബെയറിങ്ങും അതിൻ്റെ കോളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീഡിൽ ബെയറിംഗ് ആണ്. അതും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഇളക്കണ സമയത്ത് നല്ല ഷെയ്ക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ അവിടെ നിന്ന് ചെയിൻ വെച്ചിട്ട് ബാക്ക് വീലിനെ വലിക്കണ സമയത്ത് ഇവിടെ ഈ ഷെയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഷിവറിങ് ജനറേറ്റ് ചെയ്യും. അതാണ് നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണതിൻ്റെ ഒരു റീസൺ അതാണ്. അതും നമുക്ക് നിലവിൽ മാക്സിമം ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ നല്ല ലൂസ് ഉണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്യുക, എനിക്ക് 1-2 പ്രാവശ്യമൊക്കെ ചെയിൻ ടൈറ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. ആ ചെയിൻ ടൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് ആ സൈഡ് അതിൻ്റെ സെൻറ്ററും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന ആ ബെയറിങ്ങും കോളറും കൂടിയിട്ട് മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ അതുമേ ചെയ്യാൻ നിൽക്കുന്നുണ്ടാകും. കാരണം ഇപ്പോൾ അഴിച്ചിട്ട് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയിൻ്റെ സൗണ്ട് ഓൾറെഡി ഓവറായ രീതിയിൽ കാണിക്കുകയും ചെയ്യും. തന്നെയല്ല ഇപ്പോൾ ചെയിൻ ഇച്ചിരി നല്ല രീതിയിൽ ലൂസായതുകൊണ്ട് തന്നെ ചെറിയൊരു കയറ്റിറക്കം ഉണ്ടാവും. അപ്പോൾ അത് രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 100% പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല. ചെയിൻ സ്പോക്കറ്റ് മാറ്റണ കൂട്ടത്തിൽ കൂടിയാണെങ്കിൽ അത് റെഡി ആക്കിയിട്ട് പുതിയ ചെയിൻ സെറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗം പക്കയായിട്ട് പോകും. അതുകൊണ്ടാണ് തൽക്കാലം ഇപ്പോൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം. പിന്നെ എന്താ വെച്ചാൽ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയിൽ ഇരിക്കണേ. 12 വോൾട്ടും 7 ആംപിയറുമാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ബാറ്ററിയും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.71 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നിലവിൽ ഓക്കെയാണ്. ബാറ്ററിയുടെ ഭാഗം പക്കയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് കൂടാതെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നൊരു കംപ്ലയിൻറ്റ് നമുക്ക് വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ അളവ് പാത്രം വെച്ചിട്ട് ഓയിൽ ഊറ്റിയതാണ് ഈ കാണുന്നത്. നമുക്ക് 1 ലിറ്റർ ഓയിലാണ് നമുക്ക് വണ്ടിക്ക് വേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് 500 മില്ലി ഉള്ളൂ. കൃത്യം 500 മില്ലിയാണ്, കറക്റ്റ് പകുതി ഓയിലുള്ളൂ ഇപ്പോൾ നിലവിൽ വണ്ടിയിൽ എഞ്ചിനിലുള്ളത്. അപ്പോൾ ഞാൻ ഫുള്ള് ഊറ്റിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട, ഓയിൽ എന്തെങ്കിലും മാറ്റാം. നമുക്ക് മാറ്റി പുതിയത് ഫില്ല് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിത് ഈ സൈഡിലായാലും ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കടെ ഒന്ന് റെഡിയാക്കി വിടാം. ഈ ഓയിൽ കുറഞ്ഞു പോണ കംപ്ലയിൻറ്റ് നമുക്ക് കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതുകൊണ്ടാണ് വേറെ പ്രോബ്ലം ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ്, ഒരു പരിധിയുണ്ട്.
മാക്സിമം ഇതിപ്പോൾ ശരിക്കും 1/2 ലിറ്റർ ഓയിലുള്ളൂ. 1/2 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ ഓയിൽ പമ്പ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഓയിൽ പമ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ പമ്പിങ് നല്ല രീതിയിൽ ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ അളവ് കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 1 ലിറ്റർ വേണ്ടടുത്ത് 500 മില്ലി ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കൃത്യമായിട്ടുള്ള പമ്പിങ്ങിലേക്ക് എത്തില്ല. കാരണം ഓയിൽ ലൂബ്രിക്കേഷനേക്കാളും ഒരു എഞ്ചിൻ ഹീറ്റിങ്ങിനൊക്കെ ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്നതാണ് എഞ്ചിൻ ഓയിൽ. അപ്പോൾ അത് കപ്പാസിറ്റി കുറയുന്നതിൻ്റെ അനുസരിച്ച് ഓയിലിൻ്റെ അളവ് കുറയുന്നതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം എഞ്ചിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് ഓയിൽ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. തന്നെയല്ല ഇതിലിപ്പോൾ നമുക്ക് വലിയ താമസിക്കാണ്ട് ഇങ്ങനെ ഒരു പരമാവധി ഉപയോഗിക്കാം. അത് ഒരുപാട് താമസിക്കാണ്ട് നമുക്കത് അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കും കേട്ടോ. അപ്പോൾ തീരെ മോശാവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഈ അളവ് ഇങ്ങനെ പെട്ടെന്ന് കുറയേണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചു. ബ്രേക്ക് പാഡിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. അതേപോലെ തന്നെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് ബൂട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിരുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നൊരു ചെറിയ ഇളക്കം കാണിക്കണം. അത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കൈയോടെ നമുക്ക് ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്യണതാണ് ബെറ്റർ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിക്കടെ അഴിച്ച് ചെക്ക് ചെയ്തു. പുതിയ പ്ലഗ്ഗാണ് കിടക്കണേ, ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പ്ലഗിൻ്റെ ഈ പോയിന്റിൽ നോക്കുമ്പോൾ അറിയാം നമുക്ക് അതിനകത്ത് എഞ്ചിൻ ഓയിൽ മെയിനോട്ടായിട്ട് കത്തണതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ചെറുതായിട്ട് ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള ഇച്ചിരി കട്ടി പിടിച്ചിട്ടുള്ള കരിയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. പരമാവധി ഉപയോഗിക്കുക. അതിനകത്ത് നമ്മൾ എഞ്ചിൻ ഓയിൽ ലെവൽ കുറയാത്ത രീതിയിലേക്ക് ഉപയോഗിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പരമാവധിയിലേക്ക് എത്തിക്കുക. അതിന് ശേഷം നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്യണമായിരിക്കും കുറേ കൂടി ബെറ്റർ. കാർബേറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് വേറെ പറയത്തൊക്കെ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം കാർബേറ്റർ നമ്മൾ അഴിച്ചാൽ തന്നെ അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ പോലും ഏകദേശം നമുക്കൊരു 100-500 നമുക്ക് വെറുതെ നമുക്ക് കോസ്റ്റ് വരും. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. പിന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ പാർക്ക് ലൈറ്റുകൾ 1-2 ബൾബുകൾ 1-2 പോയിട്ടുണ്ട്. കാരണം ഞാൻ നൈറ്റ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഡയൽ കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത അതിൻ്റെ ഉള്ളിൽ വന്ന ബൾബുകളുടെ കംപ്ലയിൻ്റാണ്. ബൾബ് പോയിട്ടാണ് അത് കൃത്യമായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റാത്തത്. അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കടെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഇത്രയും കേസ് 1-2 കേസുകൾ നമ്മൾ പെൻഡിങ് നിർത്തിയാണ്. ഒന്ന് ഹബ്ബ് പോളിഷിങ്ങിൻ്റെ കേസ് നമ്മൾ പെൻഡിങ് നിർത്തുന്നുണ്ട്. പിന്നെ ഈ ബാക്കിലത്തെ സസ്പെൻഷൻ്റെ നീഡിൽ ബെയറിങ് നമ്മൾ പെൻഡിങ് നിർത്തുന്നത്. അത് ചെയിൻ സ്പോക്കറ്റ് മാറുമ്പോൾ കൂട്ടത്തിക്കടെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഹബ്ബ് സീറ്റിങ്ങിൻ്റെ കേസ് ഈ പറഞ്ഞ രീതികളെ നമുക്ക് അടുത്ത ബ്രേക്ക് ലൈനർ മാറ്റുന്ന കൂട്ടത്തിക്കടെ അത് ക്ലിയർ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ഹബ്ബ് പോളിഷ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ പോളിഷ് ചെയ്യാൻ പറ്റില്ല. ഇനി അതല്ല സ്ലീവിങ് ചെയ്യേണ്ടതെന്ന് നമുക്ക് താമസം വന്ന പണിയാണ്. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഏകദേശം ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടാൽ കേട്ടോ. എന്തായാലും നമുക്ക് വൈകുന്നേരത്തേക്കൊക്കെ കംപ്ലീറ്റ് ആവുള്ളൂ. ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്കും. അപ്പോൾ അതനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.